നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന കോവിഡ് വാക്സിൻ പ്രവാസികളിലേക്ക്, അതും സൗജന്യമായി തന്നെ ലഭ്യമാക്കാൻ ആരംഭിച്ചു. സൗദിയിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചതായി റിപ്പോർട്ട്. ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ ആദ്യ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് വാക്സിനേഷൻ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയായിരുന്നു. രാജ്യമൊട്ടാകെ 550-ലധികം ക്ലിനിക്കുകൾ വഴി വാക്സിൻ നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഫൈസർ കമ്പനിയുടെ കോവിഡ് വാക്സിൻ രാജ്യത്തെത്തിച്ചേർന്നത്. ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ ആദ്യ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചതിന് പിന്നാലെ ഒരു സ്വദേശി പുരുഷനും സ്ത്രീയും വാക്സിൻ സ്വീകരിക്കാനെത്തി. 9 മാസം കൊണ്ട് കോവിഡ് രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി എല്ലാ പ്രവിശ്യകളിലും വാക്സിൻ കുത്തിവയ്പ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്യും. റിയാദിലെത്തിയ വാക്സിനുകൾ വിവിധ പ്രവിശ്യകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണ്, എന്നാൽ ആരെയും നിർബന്ധിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായി തന്നെ വാക്സിൻ നൽകി വരികയാണ്. സ്വഹത്തി ആപ്ലിക്കേഷൻ വഴി എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം സൗദിക്ക് പുറമെ UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും അടിയന്തരമായി കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇത് നൽകുക. അതോടൊപ്പം എല്ലാ പ്രവാസികൾക്കും തികച്ചും സൗജന്യമായാണ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.